ഹായ് ഫ്രണ്ട്സ്, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സോയ കീമ റൈസിൻ്റെ റെസിപ്പി നോക്കാം. ദിസ് ഈസ് ഐശ്വര്യ. വെൽക്കം ടു ടേസ്റ്റ് വിത്ത് ഐസ്. അതിനായി 100 ഗ്രാം സോയ ചങ്ക്സ് ചൂടുവെള്ളത്തിൽ 10 മിനിറ്റ് വെച്ച ശേഷം പിഴിഞ്ഞെടുത്തിരിക്കുന്നതാണിത്. ഇതിനി ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി വേണ്ടത് ഒരു സവോള, ഒരു തക്കാളി, ഒരു ക്യാരറ്റ്, 2 പച്ചമുളക്, ഇത്രയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഇനി വേണ്ടത് ഒരു തണ്ട് കറിവേപ്പില, കുറച്ച് മല്ലിയില അരിഞ്ഞത്, 1 കപ്പ് അരി കഴുകി ഊറ്റി വെച്ചിരിക്കുന്നതാണിത്. ഇനി അരി നമുക്ക് കുറച്ച് വെള്ളത്തിൽ ഉപ്പിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നന്നായി വെന്ത് വരുമ്പോൾ ഊറ്റി വെക്കാം. ഇത്രയും റെഡിയായി കഴിഞ്ഞാൽ ചൂട് കട്ടിയുള്ള ഒരു പാത്രം വയ്ക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുകും, 3 വറ്റൽമുളക്, 1 തണ്ട് കറിവേപ്പില, കൂടെ തന്നെ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, ക്യാരറ്റ്, പച്ചമുളക്, ഇതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് ചെറുതായിട്ട് വാടി വരണം. നന്നായി വഴണ്ടു വരേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി. സവോളയുടെ കളറൊന്ന് ചെറുതായി മാറി വരുന്ന സമയം 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ശേഷം ചെറുതായിട്ട് അരിഞ്ഞ് തക്കാളി കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഒരു 3 മിനിറ്റ് തക്കാളി മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ മൂടിയെല്ലാം തുറക്കാം. ഇപ്പോൾ നന്നായി വെന്ത് തക്കാളിയെല്ലാം ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല അല്ലെങ്കിൽ ഗരം മസാല, ഇത്രയും ചേർത്ത് പൊടിയുടെ പച്ചമണം മാറുന്നതുവരെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിരുന്ന സോയാ ചങ്ക്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സോയയിലെ വെള്ളമെല്ലാം നന്നായി വറ്റി വരണം, അതുവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഈ സമയം ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കാം, ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ വെള്ളമെല്ലാം വറ്റി നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച അരി കൂടി ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് റൈസ് വേണമെങ്കിലും ഇതിനകത്ത് ചേർക്കാം. കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം നന്നായി മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന സോയ കീമ റൈസ് റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്നാണല്ലേ തയ്യാറാക്കിയത്. അതുപോലെ വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് ലഞ്ച് ബോക്സിലേക്ക് കുട്ടികൾക്ക് കൊടുത്തു വിടാൻ പറ്റിയ ഒരു നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരെ ബായ്.